Hello everyone, welcome to my home, my heaven. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് ഈസി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് റെസിപ്പി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നമ്മൾ ഒരു ചപ്പാത്തി റാപ്പാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കുകയാണ്. വെജിറ്റബിൾ ഒണിയനും പിന്നെ ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം, ഈ 3 വെജിറ്റബിളും ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഒണിയനും ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ തന്നെ വളരെ കനം കുറച്ച് ചെറുതായിട്ട് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ വലുപ്പമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ ആ രീതിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഇതേ തലേ ദിവസം നമ്മൾ ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചപ്പാത്തി മാവ് കുറച്ച് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ രാവിലെ നമുക്ക് കുറച്ച് ചപ്പാത്തി മാവ് അധികം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സോൾട്ട് ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണിയൻ ഉണ്ടല്ലോ, ആ ഓണിയന് ഈ ഓയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. സോയാ സോസ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ മറ്റ് ബാക്കി വെജിറ്റബിളും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വളരെ നേരത്തതായി അരിഞ്ഞുകൊണ്ട് ഒരുപാട് ടൈമൊന്നും നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി വരില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇടുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് ഏത് വേണമെങ്കിലും ഇടാം. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞ് നന്നായി വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് റെഡിയായി. ഇനി ഇത് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ബട്ടറോ ഇനി വേറെ ഓയിലോ എന്താ വെച്ചാൽ ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പിന്നെ ബട്ടർ ആയാലും കുഴപ്പമില്ലല്ലോ, കുറച്ചുകൂടെ ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഞാനിത് ബട്ടറൊക്കെ ആക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ എഗ്ഗ് നമ്മൾ ഏതാണ്ട് എത്ര വലുപ്പത്തിലാണോ നമ്മൾ നമ്മുടെ ചപ്പാത്തി പരത്തിയെടുത്തിട്ടുള്ളത് വെച്ചാൽ ഏതാണ്ട് ആ ഒരു വലുപ്പത്തിൽ നമ്മൾ എഗ്ഗൊന്ന് പരത്തിയെടുക്കും. അപ്പോൾ ഈ എഗ്ഗ് ഏതാണ്ട് കുക്കായി വന്നു. ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നന്നായി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതാ ഓൾമോസ്റ്റ് എല്ലാ ഫില്ലിങ്ങും കംപ്ലീറ്റ് ഇതിൽ വെച്ചു. അതിനുശേഷം കുറച്ച് കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഞാനൊരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ടാണ് കേട്ടോ ബോക്സിൽ പാക്ക് ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുത്ത് കഴിക്കാനൊക്കെ സുഖമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ലഞ്ച് ബോക്സിലൊന്ന് പാക്ക് ചെയ്യാം. അപ്പം ഞാനിത് രണ്ടും
സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പാർട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ബോക്സിൽ വെക്കാൻ കുറച്ചുകൂടെ സൗകര്യമാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തു മാത്രം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. അപ്പം തന്നെ കുറച്ച് ഓറഞ്ച് ഫ്രൂട്ട്സ് ആയിട്ട് ഓറഞ്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പി. അടുത്ത റെസിപ്പി ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ കുറച്ച് ഒണിയൻ, പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കും ക്യാരറ്റും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ നന്നായി നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഗ്രേറ്റർ ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററായി. അതിനുശേഷം ഞാനിത് ഒരു കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലിയും കൂടെ ചെറുതാക്കി അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. ഈ ഗ്രീൻ ചില്ലി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ചേർത്താലും മതി. ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിത് ഈ ബട്ടർ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ഈ ഓംലെറ്റ് ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഈ എഗ്ഗ് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ നേരത്തെ ചപ്പാത്തി ചെയ്ത പോലെ തന്നെ ബ്രെഡ് ഇതിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബാക്കി വരുന്ന ഓംലെറ്റിൻ്റെ പാർട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഈ ബ്രെഡ് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതാ ഈ ബ്രെഡ് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഉള്ളിൽ കുക്കാവുകയില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ കുട്ടിക്ക് എടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ വെക്കാനും കുറച്ചും കൂടെ സൗകര്യം. അതിന് വേണ്ടിയിട്ട് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പാക്ക് ചെയ്തെടുക്കുക. ഇതിനൊപ്പം തന്നെ ഞാൻ ഒരു ചെറിയ ബോട്ടിൽ കുറച്ച് കെച്ചപ്പും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. കെച്ചപ്പ് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഒരു ബോട്ടിൽ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നട്ട്സും കൂടെ ഇതിനൊപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിഫിൻ ബോക്സ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കമൻറ്റൊക്കെ തരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.